ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായന ഭാഗം ഇയ്യോബിൻ്റെ പുസ്തകം 25 മുതൽ 27 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം 2 ശമൂവേൽ 15-ാം അധ്യായം 27-ാം വാക്യം. അബ്യാഥാരിൻ്റെ മകൻ യോനാഥാനും നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ. പുരോഹിതനായ അബ്യാഥാരിൻ്റെ പുത്രനാണ് യോനാഥാൻ. ദാവീദ് രാജാവിൻ്റെ പുരോഹിതനായിരുന്നു അബ്യാഥാർ. അബ്ശാലോമും ദാവീദും തമ്മിലുള്ള യുദ്ധത്തിൽ ദാവീദിനെ വിവരങ്ങൾ അറിയിച്ച് സഹായിച്ചിരുന്ന വ്യക്തിയായിരുന്നു യോനാഥാൻ. യോനാഥാൻ എന്ന പേര് വേദപുസ്തകത്തിൽ മറ്റു പലർക്കും ഉള്ളതായിട്ട് കാണപ്പെടുന്നു. എന്നാൽ 2 ശമൂവേൽ 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് യോനാഥാനും അഹീമാസും പട്ടണത്തിൽ ചെന്ന് തങ്ങളെ തന്നെ കാണിപ്പാൻ പാടില്ലാതിരുന്നത് കൊണ്ട് ഏൻ രോഗേലിനരികെ കാത്തു നിൽക്കും. എന്നാൽ അവിടെ ഒരു വേലക്കാരത്ത് ചെന്ന് അവിടുത്തെ വിവരങ്ങൾ അവരെ അറിയിക്കുകയും അവർ ചെന്ന് ദാവീദ് രാജാവിനോട് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അത് ഒരു ബാല്യക്കാരൻ കാണുകയും അബ്ശാലോമിന് അറിവ് കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ അവിടെ ഉടനെ തന്നെ യോനാഥാനും അഹീമാസും പെട്ടെന്ന് പോയി ബഹൂരീമിൽ ഒരാളുടെ വീട്ടിൽ കയറി അവിടെ ഒളിച്ചിരിക്കുകയും ചെയ്തു. അങ്ങനെ അബ്ശാലോമിൻ്റെ ഭൃത്യന്മാർക്ക് ഇവരെ കാണുവാനായിട്ട് സാധിച്ചില്ല. ഇത്തരത്തിലെ യോനാഥാൻ്റെ ബുദ്ധിപൂർവമായ ഇടപെടലിലൂടെ ദാവീദും കൂടെയുള്ള ജനമൊക്കെയും രക്ഷപ്പെടുവാനായിട്ട് കാരണമായി തീർന്നു. മാത്രമല്ല, ദാവീദ് ശലോമോനെ രാജാവായി അഭിഷേകം ചെയ്തു എന്ന് അദോനിയാവിന് വിവരം കൊടുക്കുവാനായിട്ട് സാധിച്ചു. അതിലൂടെ യോനാഥാന് നീ യോഗ്യ പുരുഷൻ എന്ന പേര് ലഭിപ്പാനും ഇടയായി. തുടർന്ന് ഇവരെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് 1 രാജാക്കന്മാർ 2-ാം അധ്യായത്തിലാണ്. യഹോവ ശീലോവിൽ വെച്ച് ഏലിയുടെ കുടുംബത്തെക്കുറിച്ച് അരുളി ചെയ്ത വചനത്തിന് നിവൃത്തി വരേണ്ടതിന് ശലോമോൻ അബ്യാഥാരിനെ യഹോവയുടെ പൗരോഹിത്യത്തിൽ നിന്നും നീക്കിക്കളഞ്ഞു എന്ന് കാണുന്നുണ്ട്. അതിലൂടെ യോനാഥാൻ്റെ പിതാവായ അബ്യാഥാരിൻ്റെ പൗരോഹിത്യം നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ യോനാഥാൻ തനിക്ക് ലഭിച്ച അവസരങ്ങൾ പക്വതയോടെയും ധീരതയോടെയും പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്തിരുന്നത്. ഇത്തരത്തിൽ ദൈവം നമുക്കും നൽകുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് അവസരങ്ങളും അനുഗ്രഹങ്ങളും നൽകുമ്പോൾ അത് ശരിയായ വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.